അസം കോൺഗ്രസ് മുൻ അധ്യക്ഷൻ ഭൂപൻ കുമാർ ബോറ ബിജെപിയിൽ ചേർന്നു. അസം ബിജെപി ആസ്ഥാനത്ത് വെച്ചായിരുന്നു പാർട്ടിയിൽ ചേർന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഭൂപൻ കുമാർ ബോറ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത്. ശരത് ലാലാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശരത് ലാൽ, കോൺഗ്രസിൽ നിന്നും നേരെ ബിജെപിയിലേക്ക്, അതും മുൻ അധ്യക്ഷനാണ്. ഇത് അസം കോൺഗ്രസിൽ എത്രമാത്രം വലിയ തിരിച്ചടിയാണ്? ബിജെപിക്ക് എത്രമാത്രം ഇത് ഗുണകരമാണ്? സ്വാതി, തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ആസാമിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി എന്ന് പറയാം. ഇത്തരമൊരു നീക്കം കോൺഗ്രസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവസാന നിമിഷം വരെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. പ്രിയങ്ക ഗാന്ധി തന്നെ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ആസാമിലേക്ക് നേരിട്ട് പോവുകയും ബോറയുമായി കൂടിക്കാഴ്ച നടത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബോറ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷ കോൺഗ്രസിനുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ വിരാമമിട്ടുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് BJP ചേർന്നിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസിന് നമ്മുടെ വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന ആസാമിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്തിയ കോൺഗ്രസിന് ബോറയുടെ നേതൃത്വത്തിലായിരുന്നു ആ പ്രകടനം. ആ സമയത്ത് അത്തരം ഒരു പ്രകടനം ആവർത്തിക്കാൻ ഇരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുക. അത്തരം ഒരു പ്രകടനം കോൺഗ്രസ് ആവർത്തിക്കുമെന്ന സൂചന നടക്കുന്ന ഇടയ്ക്കാണ് വളരെ വലിയ തിരിച്ചടി നേരിട്ടുണ്ട് ആസാമിലെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ BJPയിൽ ചേർന്നിരിക്കുന്നത്. വളരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ BJPക്ക് കടുത്ത ശത്രുത പാലിച്ചിരുന്ന, അല്ലെ BJPയുടെ പട നയിച്ചിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു ബോറ. ആ നേതാവാണ് ഇപ്പോൾ അങ്കളക്കളത്തിൽ, അതായത് 1 മാസം പോലും ഈ തെരഞ്ഞെടുപ്പിനില്ല, അദ്ദേഹം അനുയായികളും BJP ചേർന്നിരിക്കുന്നത്. സ്വാതി. ശരി ശരത് ലാൽ.